എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വാട്ട് ടു നോ ബിഫോർ വാച്ചിങ് വീഡിയോ ആണ്. ഈ വീക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു മൂവിയാണ് മുഫാസ. ഈ മൂവി കാണുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണമെന്ന് പറ്റി നമുക്കൊന്ന് നോക്കാം. മുഫാസ നമ്മുടെ ലയൺ കിങ് ലയൺ കിങ്ങിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു സ്പിൻ ഓഫ് ആണ്. അതിൽ സിംബയുടെ അച്ഛൻ്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ആ ഒരു ലെജൻഡറി കിങ് ഓഫ് ദ ജംഗിൾ ആവുന്നതിന് മുമ്പുള്ള മുഫാസയുടെ കഥ. ഇതിന് ഒറിജിനൽ വോയിസ് ആനിമേറ്റഡിലും ലൈവ് ആക്ഷനിലും ജെയിംസ് ഏൾ ജോൺസ് ആണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. ആ ഒരു സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയിലത്തെ വില്ലനായ ഡാർത്ത് വേഡറിന് വോയിസ് കൊടുത്തിട്ടുള്ള ആക്ടറാണ്. ഈ മൂവിയിൽ മുഫാസ എന്ന ആ ഒരു ഓർഫൻ സിംഹത്തിന്റെ കഥയാണ്. ഈ ഒരു ക്യാരക്ടർ പാക്ക എന്ന് പറഞ്ഞ മറ്റൊരു ക്യാരക്ടറായിട്ട് ഫ്രണ്ട്സ് ആവുന്നു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ അധികം ഒരു കൂടപ്പിറപ്പുകളുടെ പോലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായി മാറുന്നതിനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. ഈ സ്റ്റോറി പറയുന്നത് റാഫിക്കിയാണ് മുഫാസയുടെ ഗ്രാൻഡ് ഡോട്ടറായ കിയാറയുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ 2019 ഇറങ്ങിയ ആ ലയൺ കിങ്ങിലെ കുറച്ച് ക്യാരക്ടേഴ്സും ഈ മൂവിയിൽ ഉണ്ടാവും. മുഫാസയുടെ റോള് ഇതിൽ ചെയ്തിരിക്കുന്നത് ആരൻ പിയർ എന്ന് പറഞ്ഞ ആക്ടറാണ്. ഈ ഒരു ആക്ടറിനെ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഗ്രീൻ ലാൻറ്റേൺ DCUവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഗ്രീൻ ലാൻറ്റേൺ സീരീസിൽ ജോൺ സ്റ്റേവാർട്ടായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാക്ക എന്ന ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത് കെൽവിൻ ഹാരിസൺ ജൂനിയർ ആണ്. ഇതിൽ റാഫിക്കി എന്ന ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ജോൺ കനിയാണ്. ഈ ആക്ടർ നമ്മുടെ കിങ് ചാക്ക ബ്ലാക്ക് പാന്തറിൻ്റെ അച്ഛൻ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെത്ത് റോഗനാണ് അതുപോലെ പുംബയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. പിന്നെ ഡൊണാൾഡ് ഗ്ലോവർ ആണ് സിംബയ്ക്കും വോയിസ് കൊടുക്കുന്നത്. ആൻഡ് ഡൊണാൾഡ് ഗ്ലോവർ നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലും ഇൻ ടു ദ സ്പൈഡർ വേഴ്സിൽ പ്രൗളർ എന്ന ക്യാരക്ടറായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹീറോസ് ആ ഒരു വൈറ്റ് ലൈൻസിലത്തെ ഒരാളാണ്. ഈ ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത് മാഡ്സ് മിക്കൽസൺ ആണ്. ഈ ആക്ടറിനെ നമ്മൾ MCUവിലത്തെ ഡോക്ടർ സ്ട്രേഞ്ച് പടങ്ങളിൽ ഫസ്റ്റത്തെ മൂവിയിൽ കാസിലസ് എന്ന വില്ലനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നള എന്ന ആ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ബിയോൺസെ നോൾസ് ആണ്. ഈ മൂവിയുടെ ഹിന്ദി ഡബ്ബിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിലത്തെ കഥാപാത്രമായ മുഫാസയ്ക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് ഷാറൂഖ് ഖാനാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മക്കളായ ആര്യൻ ഖാനും അബ്രാം ഖാനും സിംബയ്ക്കും അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ മുഫാസയ്ക്കും വോയിസ് കൊടുത്തിരിക്കുന്നു. തമിഴിലേക്ക് വരുമ്പോൾ അർജുൻ ദാസ് ആണ് മുഫാസയ്ക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അശോക് സെൽവനാണ് ടാക്കയ്ക്ക് വോയിസ് കൊടുത്തിരിക്കുന്നതും കീറോസിൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്നത് നാസറാണ്. മൂവി എന്തായാലും നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പിനെയും ബ്രദർഹുഡിനെയും പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുക. അതായത് മുഫാസയും കാക്കയും തമ്മിലുള്ളത്. അവസാനം അവർ ശത്രുക്കളാവുന്ന വരെ ആ ഒരു നിമിഷം വരെയാണ് നമ്മൾ ഈ കഥയുടെ മൊത്തം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക ഈ മൂവിയിൽ. ഈ മൂവി റിലീസ് ആവുന്നത് 20-ാം തീയതിയാണ് വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം ട്രെയിലർ തന്നെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു നല്ല ഫീൽ തന്നെയാണ് തരുന്നത്. ആ ഒരു ആനിമേഷൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ലൊക്കേഷൻസും എല്ലാ അനിമൽസും കൂടി ആ ഒരു ഒത്തുചേരുന്ന സീനൊക്കെ അതൊരു രക്ഷയില്ല. നമുക്ക് ആ ഒരു ഗൂസ് ബംസ് ഒക്കെ ലയൺ കിങ്ങിലും കിട്ടിയതാണ്. ബട്ട് ഇതും ആ ഒരു സിമിലർ എഫക്റ്റ് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. സോ റിയലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. എന്തായാലും തിയേറ്ററിൽ വെച്ച് നമുക്ക് കാണാം. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.